മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട നൈസമോൾ ടൗൺഷിപ്പിലെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി മടിയിലിരുത്തി ലാളിച്ചതിനെ തുടർന്ന് വാർത്തകൾ ഇടം നേടിയ നൈസമോളെ നമുക്കൊക്കെ ഓർമ്മയൊക്കെയുണ്ട്. ഉമ്മൂമ്മയ്ക്കും ഒപ്പമാണ് താമസം. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സമ്മാനവുമായി ജില്ലാ കളക്ടറും നൈസമോളെ കാണാനായി എത്തി. നൈസമോളെ ആരും മറന്നിട്ടുണ്ടാകില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ മടിയിലിരുത്തി പ്രധാനമന്ത്രി ലാളിച്ച മോളാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് തവണ മോളെ പോയി കണ്ടു, അവരുടെ രക്ഷിതാക്കളെയൊക്കെ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ചൊരു സഹായവും ആ കുടുംബത്തിനുണ്ടായില്ല. ഇന്നെന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നൈസമോൾക്ക് ടൗൺഷിപ്പിൽ സംസ്ഥാന സർക്കാർ പണിത ടൗൺഷിപ്പിൽ പുതിയ വീട് ലഭിച്ച് ഇന്ന് താമസം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വീടായില്ലേ? അതെ, വീടായി സന്തോഷമുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ കയറിക്കൂടി. ഇവിടെ നമ്മളടുത്ത് 2-3 പേരും കൂടി താമസം തുടങ്ങിയിട്ടുണ്ടെന്ന് സന്തോഷമുണ്ട്. വാടക വീട് നിന്ന് ഇങ്ങോട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷം. അതെ, വാടക വീട് നിന്ന് ഇങ്ങോട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ മോൾക്ക് കളക്ടർ വന്നിരുന്നോ? മോൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. മോക്കുള്ള പുസ്തകവും ബാഗും കളർ പെൻസിലും മിഠായിയൊക്കെ ആയിട്ട് വന്നിരുന്നു. മുഖ്യമന്ത്രി കൊടുത്തു വിട്ടതാന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി കൊടുത്തു വിട്ടെന്നാ പറഞ്ഞ. മോള് ഇത് ആരെ കൊണ്ട് തന്നെ? മുഖ്യമന്ത്രി. എന്തൊക്കെയുള്ള ബാഗില്? അതാണ് ഇന്നത്തെ മറ്റൊരു വിശേഷം. നൈസമോൾക്ക് പുതിയ ബാഗും പുസ്തകങ്ങളുമൊക്കെയായി ജില്ലാ കലക്ടർ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിൽ എല്ലാവരും താമസം തുടങ്ങുന്ന ദിവസം മുഖ്യമന്ത്രി കൊടുത്തയച്ച ബാഗും പുസ്തകങ്ങളുമൊക്കെ മോൾക്ക് സമ്മാനിക്കാൻ ജില്ലാ കലക്ടർ നേരിട്ടാണ് ടൗൺഷിപ്പിലെ ഈ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും കുഞ്ഞ നൈസയുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്. പുതിയ വീട്ടിൽ ഉമ്മയോടൊപ്പം താമസം തുടങ്ങിയിരിക്കുകയാണ് നൈസമോൾ. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.